നമസ്കാരം, എല്ലാവർക്കും ഉണ്ണീസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് എത്തിയിരിക്കുന്നത് ഒരു വസ്തുവിനെ പരിചയപ്പെടുത്താനാണ്. അതിൻ്റെ പ്രത്യേകതകളും നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ്. എന്താണ് അഷ്ടമംഗല്യം, എന്താണ് അഷ്ടമംഗല്യ വിളക്ക്? നമുക്ക് ആദ്യം അഷ്ടമംഗല്യം എന്താണെന്നറിയാം. അഷ്ടമംഗല്യം എന്ന് പറയുമ്പോൾ 8 മംഗളമായ വസ്തുക്കൾ ഉൾപ്പെടുന്നതാണ്. അവ ഏതൊക്കെയെന്ന് പരിശോധിക്കാം. ഒരു താലത്തിൽ ഒരു പുടവ, വാൽക്കണ്ണാടി, നെല്ല്, അരി, പുഷ്പം, കൺമശി, സിന്ദൂരം, അഷ്ടമംഗല്യ വിളക്ക്. ഇത് ഇത്രയും ചേർന്നതാണ് ഒരു അഷ്ടമംഗല്യം. ചില ക്ഷേത്രങ്ങളിൽ ദേവനോ ദേവിയോ ആറാട്ടിന് പുറപ്പെടുമ്പോൾ അഷ്ടമംഗല്യം ഇല്ലാതെ ആ ദേവനോ ദേവിയോ ആറാട്ടിന് പോകാത്ത സാഹചര്യം വരെയുണ്ട്. അതേപോലെ തന്നെ അൻപലിക്ക് ഭഗവാനെയോ ഭഗവതിയോ നമ്മുടെ ഭവനത്തിലേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുവരുമ്പോൾ അഷ്ടമംഗല്യത്തിൻ്റെ അകമ്പടിയോടെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അഷ്ടമംഗല്യത്തിന് അതുകൂടാതെ വിവാഹ ചടങ്ങുകളിൽ വലിയ പ്രാധാന്യമുണ്ട്. വധുവിൻ്റെ അമ്മായി അഷ്ടമംഗല്യം ഉപയോഗിച്ചാണ് വധുവിനെ കല്യാണ മണ്ഡപത്തിലേക്ക് സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ നിരവധി ചടങ്ങുകളിൽ അഷ്ടമംഗല്യം ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അഷ്ടമംഗല്യത്തിന് ഹിന്ദു പുരാണമനുസരിച്ച് ക്ഷേത്രങ്ങളുമായി വളരെയേറെ ബന്ധം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇനി നമുക്ക് അഷ്ടമംഗല്യ വിളക്കിനെ പറ്റി കൂടുതൽ അറിയാം. ഞാൻ നിങ്ങളെ അഷ്ടമംഗല്യ വിളക്ക്, ഇതാണ് അഷ്ടമംഗല്യ വിളക്ക്. എന്തു ഭംഗിയില്ലേ കാണാൻ! ഈ അഷ്ടമംഗല്യ വിളക്ക് അഷ്ടമംഗല്യത്തിൽ ഉൾപ്പെടുന്നുവെങ്കിലും ഇത് തനിയെയും ചില ക്ഷേത്ര ചടങ്ങുകൾക്ക് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിൽ ദേവിയെ ഉരുളിച്ച വിഴവിനായാലും അതേപോലെ തന്നെ ദേവിയെ അവരുടെ കരയിലേക്ക് സ്വീകരിക്കാനാണെങ്കിലും അനേകം സ്ത്രീജനങ്ങൾ അഷ്ടമംഗല്യം കൈകളിലേന്തിയാണ് അമ്മയെ സ്വന്തം കരയിലേക്ക് പറയെടുപ്പിനാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ചടങ്ങുകൾക്കാണെങ്കിലും സ്വീകരിക്കുന്നത്. അതേപോലെ തന്നെ ശ്രീ കുന്നത്തൂർ കുളങ്ങര ദേവീക്ഷേത്രത്തിൽ ഭഗവതി ആറാട്ടിനായി ആറാട്ടുകടവിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ സ്ത്രീജനങ്ങൾ അമ്മയെ സ്വീകരിക്കുന്നത് അഷ്ടമംഗല്യം ഉപയോഗിച്ചല്ല, അഷ്ടമംഗല്യ വിളക്ക് ഉപയോഗിച്ചാണ് അമ്മയെ ആറാട്ടുകടവിലേക്ക് സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു യാത്ര ചെയ്തപ്പോൾ ഒരു ക്ഷേത്രത്തിൽ താലപ്പൊലിക്ക് ഉള്ളിൽ ഈ വിളക്ക് വെച്ച് ചുറ്റിനും പൂ വെച്ച് അഷ്ടമംഗല്യ താലപ്പൊലി എന്ന രീതിയിൽ ആ ഘോഷയാത്രയിൽ ഉൾപ്പെടുത്തുന്നതായി ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങൾ അഷ്ടമംഗല്യത്തിൽ ഉൾപ്പെടുന്നുണ്ട്. അഷ്ടമംഗല്യം ക്ഷേത്ര ചടങ്ങുകൾക്ക് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അഷ്ടമംഗല്യം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കരിയും മെറ്റൽസ് മാന്നാർ എന്ന് പറയുമ്പോൾ മെറ്റൽസിൻ്റെ കേന്ദ്രമാണ്. കരിയും മെറ്റൽസിൽ ഹോൾസെയിൽ വിലയ്ക്ക് നമുക്ക് ഈ വിളക്ക് ലഭ്യമാണ്. ഈ വിളക്കിന് ഉദ്ദേശം 60% ഭാരമുണ്ട്. അതേപോലെ തന്നെ ഈ വലിപ്പം തൊട്ട് ഇത്രയും വലിപ്പം വരെയുള്ള വിളക്കുകൾ നമുക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ ഓച്ചിറ ക്ഷേത്രത്തിൽ നിങ്ങൾ പോയവർക്കറിയാം, ഓച്ചിറ ക്ഷേത്രത്തിൽ ആൽത്തറയുടെ ചുവട്ടിൽ വലിയൊരു അഷ്ടമംഗല്യ വിളക്കിലാണ് ദീപം കത്തിച്ചു വെച്ചിരിക്കുന്നത്. അഷ്ടമംഗല്യം എന്ന് പറയുമ്പോൾ വീട്ടിൽ വെക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. വീട്ടിൽ സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരും അഷ്ടമംഗല്യ വിളക്ക് വെച്ചാൽ. അതോടൊപ്പം തന്നെ വിഷുക്കണിക്ക് നമ്മൾ അഷ്ടമംഗല്യം ഉപയോഗിക്കുന്നു. ഇങ്ങനെ നിരവധി ചടങ്ങുകൾക്ക് അഷ്ടമംഗല്യം ഉപയോഗിക്കപ്പെടുന്നു. നിങ്ങൾക്ക് അഷ്ടമംഗല്യത്തെ പറ്റിയുള്ള ഈ അറിവ് പ്രയോജനപ്പെട്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത്